ശ്രീ സച്ചിദാനന്ദ സദ്ഗുരു സായിനാഥ് മഹാരാജ് കി ജയ്. നമസ്കാരം. എൻ്റെ പേര് ഉഷാ ജയദേവൻ. ശ്രീ സായി സച്ചരിതം ചാപ്റ്റർ 24. ബാബയുടെ രസികത്വവും ബുദ്ധിചാബല്യവും, കടലലീല, ഹേമത് പന്ത്, സുധാമ, അണ്ണാച്ചിൻ ചാനീക്കർ, VS മൗഷിബായി. മുഖവുര. നമ്മൾ നമ്മുടെ അഹങ്കാരത്തെ സദ്ഗുരുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചില്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ ഫലവത്താവുകയില്ല. നമ്മൾ അഹംഭാവിതരല്ലെങ്കിൽ ജയം നമുക്ക് തീർച്ചയാണ്. ബാബയെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് 2 കാര്യങ്ങൾ ലഭിക്കുന്നു: ലൗകികം, ആത്മീയം. ഇവ രണ്ടും നമ്മുടെ പ്രകൃതിയിൽ ഉള്ളവയാണ്. എന്നിട്ട് മനഃശാന്തിയും കിട്ടുന്നു. അതുകൊണ്ട് ആർക്കെങ്കിലും ഉയർച്ച വരണമെങ്കിൽ അവർ സായി ബാബയുടെ ലീലകളും കഥകളും ശ്രദ്ധയോടും ബഹുമാനത്തോടും കൂടി കേട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ ചെയ്താൽ അവർക്ക് വേഗത്തിൽ വിചാരിച്ചത് സാധിക്കും. ജീവിതം സന്തോഷകരമാവുകയും ചെയ്യും. സാധാരണയായി എല്ലാ ജനങ്ങളും രസികത്വവും ബുദ്ധിയും ഇഷ്ടപ്പെടുന്നു. പക്ഷേ ആ രസികത്വം അവരാൽ ഉണ്ടാക്കപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ബാബയുടെ രീതി വിശേഷമായതും നല്ല അറിവുള്ളതും രസകരമായതുമാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് അവരെ പരിഹസിക്കുന്നതായി തോന്നിയാൽ കൂടി അത് അതൃപ്തികരമായിരുന്നില്ല. ഹേമത് പന്ത് അദ്ദേഹത്തിന് ഭവിച്ചത് താഴെ ചേർക്കുന്നു. കടലലീല. ഷിർദിയിൽ ഞായറാഴ്ച തോറും ചന്ത നടപ്പ് പതിവായിരുന്നു. അടുത്തുള്ള ഗ്രാമങ്ങളിലെ ജനങ്ങൾ വന്ന് കടകളും പീടികകളും തുറന്ന് അവർ കൊണ്ടുവന്ന സാമാനങ്ങൾ വിൽപ്പന ചെയ്തിരുന്നു. എല്ലാ ദിവസവും മസ്ജിദിൽ ഉച്ചയ്ക്ക് തിരക്കായിരിക്കും. പക്ഷേ ഞായറാഴ്ച കൂടുതൽ തിരക്കാകാറുണ്ട്. അങ്ങനെയുള്ള ഒരു ഞായറാഴ്ച ഹേമത് പന്ത് ബാബയുടെ മുമ്പിൽ ഇരുന്ന് ബാബയുടെ കാലിൽ എണ്ണ പുരട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൂട്ടത്തിൽ ഭഗവത് നാമം ഉച്ചരിച്ചുകൊണ്ടിരുന്നു. ശ്യാമ ബാബയുടെ ഇടത്തുഭാഗത്തും വാമൻ റാവ് വലതുഭാഗത്തും ഇരുന്നിരുന്നു. ശ്രീമാൻ ബൂട്ടിയും കാക്കാ സാഹിബ് ഡിക്സിറ്റും മറ്റു പലരും അവിടെ ഉണ്ടായിരുന്നു. ശ്യാമ ചിരിച്ചുകൊണ്ട് അണ്ണാ സാഹിബോട് പറഞ്ഞു, "നോക്കൂ, ചില ധാന്യങ്ങൾ നിങ്ങളുടെ കോട്ടിൻ്റെ കയ്യിൽ തങ്ങി നിൽക്കുന്നു." അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം കോട്ടിൻ്റെ കൈ തൊടുകയും അതിൽ കുറേ ധാന്യങ്ങൾ തങ്ങി നിൽക്കുന്നതും കണ്ട് ഹേമത് പന്ത് തൻ്റെ ഇടതുകൈ നേരെ നിവർത്തി. എന്താണ് സംഗതിയെന്നറിയുവാൻ വേണ്ടി അപ്പോൾ എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ധാന്യമണികൾ താഴോട്ട് വീണു. അത് അവിടെയിരിക്കുന്ന ജനങ്ങൾ പെറുക്കിയെടുത്തു. ഇത് രസകരമായൊരു സംഭവമായി. അവിടെയിരുന്ന എല്ലാവരും അതിശയത്താൽ എന്തെല്ലാമോ പറയുവാൻ തുടങ്ങി. എങ്ങനെ ഈ ധാന്യങ്ങൾ കോട്ടിൻ്റെ കയ്യിൽ ചെന്നുവെന്നും ഇത്ര നേരം എങ്ങനെ അത് തങ്ങിയിരുന്നുവെന്നും അവർ പരസ്പരം ചോദിച്ചു. ഹേമത് പന്തിനും അത് ഊഹിക്കാൻ കഴിഞ്ഞില്ല. ആർക്കും ഒരു മറുപടി പറയാൻ സാധിക്കാത്തതിൽ എല്ലാവരും ആശ്ചര്യഭരിതരായി. ബാബ താഴെ എഴുതിയ വിധം പറഞ്ഞു. അണ്ണാ സാഹിബിന് മിക്സ്ചറോ കടലയോ കുറിച്ചു നടക്കുന്ന സ്വഭാവമുണ്ട്. ഇന്ന് ചന്ത ദിവസമാണ്. അദ്ദേഹം വരുമ്പോൾ വായിൽ മണികൾ ചവച്ചുകൊണ്ടിരിക്കും. എനിക്കവനെ നല്ലപോലെ അറിയാം. ഇത് അതിന് തെളിവായിരുന്നു. ഇതിലെന്ത് ആശ്ചര്യമാണ് ഉള്ളത്? ഹേമത് പന്ത്: ബാബ, എനിക്ക് ഒറ്റയ്ക്ക് തിന്നുന്ന ശീലം ഇല്ല. പിന്നെ എന്തിനാണ് ഈ ചീത്തപ്പഴക്കത്തിനെ എൻ്റെ തോളിൽ ചുമത്തുന്നത്? ഞാൻ ഇനിയും ഷിർദി ചന്ത കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് എനിക്കത് വാങ്ങിക്കുവാനും കഴിക്കുവാനും സാധിക്കുന്നത്? ഞാനൊന്നും മറ്റുള്ളവരോട് പങ്കു ചെയ്യാതെ കഴിക്കുക പതിവില്ല. ഞാൻ ഭക്ഷണ സമയത്ത് അടുത്തുള്ളവർക്കും കൊടുത്തിട്ടല്ലാതെ തിന്നുക പതിവില്ല. ബാബ ആരെങ്കിലും അടുത്തുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് കൊടുത്തിട്ട് ഭക്ഷിക്കും. പക്ഷേ ആരും ഉണ്ടായിരുന്നില്ലെങ്കിൽ എനിക്കോ നിനക്കോ എന്തു ചെയ്യുവാൻ സാധിക്കും? പക്ഷെ നീ എന്നെ ഓർമ്മിക്കുന്നുണ്ടോ? ഭക്ഷണത്തിനു മുമ്പ് എന്നോട് ചോദിക്കുന്നുണ്ടോ? സാരം: ബാബ പഠിപ്പിച്ച ഈ സംഭവം നമ്മൾ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കണം. ബാബ നമ്മൾക്ക് തരുന്ന ഉപദേശം ഇതാണ്: ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി ഈ വസ്തുക്കളെ സുഖിപ്പിക്കുന്നതിനു മുമ്പ് ബാബയെ സ്മരിക്കണം. അത് ചെയ്താൽ അതും ബാബയ്ക്ക് നമ്മൾ സമർപ്പിക്കുന്ന മാതിരിയാണ്. ഇന്ദ്രിയങ്ങൾ മുതലായവയ്ക്ക് അവയുടെ പ്രയോജനം ഇല്ലാതിരിക്കുവാൻ സാധ്യമല്ല. പക്ഷേ ആ സാധനങ്ങൾക്ക് മുമ്പിൽ ഗുരുവിന് സമർപ്പിച്ചാൽ അവയിലുള്ള ആഗ്രഹം ഇല്ലാതാകുന്നു. ഈ തരത്തിൽ എല്ലാ ചെറിയ ആലോചനകളും, ആഗ്രഹം, കോപം, അതിമോഹം എന്നിവ ആദ്യം ഗുരുവിന് സമർപ്പിക്കണം. ഇത് പരിശീലനത്തിൽ കൊണ്ടുവരണം. ഇത് നമ്മുടെ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കും. ആഗ്രഹങ്ങളിലൂടെ സുഖിക്കുന്നതിന് മുമ്പ് സായിയെ ഓർമ്മിക്കുക. എന്നാൽ ആ സാധനം സുഖിക്കുവാൻ ഉതകുന്നതാണോ അല്ലയോ എന്നത് ഉടനടി അറിയുവാനും കഴിയും. പിന്നെ ഉചിതമല്ലാത്ത വസ്തുക്കൾ നിരാകരിക്കണം. അങ്ങനെ നിന്നിലുള്ള എല്ലാ സ്വഭാവങ്ങളും ഇല്ലാതാകും. പിന്നീട് ഗുരുഭക്തിയിൽ വളരുകയും ശുദ്ധമായ അറിവ് ഉണ്ടാവുകയും ചെയ്യും.
ഈ അറിവ് വളരുമ്പോൾ ദേഹബന്ധം ഇല്ലാതാവുകയും നമ്മുടെ ബുദ്ധി മനസ്സോട് ഒന്നു ചേരുകയും ചെയ്യുന്നു. പിന്നെ നമുക്ക് തൃപ്തിയും പരമസുഖവും ലഭിക്കുന്നു. ഗുരു, ദൈവം ഇവയിൽ യാതൊരു വ്യത്യാസവുമില്ല. ആരെങ്കിലും ഇവരിൽ വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ദൈവത്തെ കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് എല്ലാ ആലോചനകളെയും തള്ളി ഗുരുവും ദൈവവും ഒന്നാണെന്നുള്ള ബോധം വന്ന് ഗുരുവിനെ ശുശ്രൂഷിച്ചാൽ ദൈവം സന്തോഷിക്കുകയും മനസ്സിനെ സുഖമാക്കുകയും ആത്മബോധം ഉണ്ടാക്കുകയും ചെയ്യും. എല്ലാത്തിനെയും ഒന്നിച്ചു ചേർത്ത് പറയുകയാണെങ്കിൽ നമ്മൾ ഗുരുവിനെ ഓർക്കാതെ ഇന്ദ്രിയ സുഖാനുഭവങ്ങളിൽ മുഴുകരുത്. മനസ്സിനെ ആ വഴിക്ക് പരിചയപ്പെടുത്തിയാൽ നമ്മൾ എപ്പോഴും ബാബയെ ഓർക്കുകയും പ്രാർത്ഥന അതിവേഗം വളരുകയും ചെയ്യും. സ്വതന്ത്ര രൂപമായ ബാബയുടെ സ്വരൂപം നമ്മുടെ കണ്ണുകൾക്ക് മുന്നിൽ നിൽക്കുകയും ഭക്തി, ബന്ധമില്ലായ്മ, കീഴടങ്ങൽ എല്ലാം നമ്മുടേതുമാകും. അങ്ങനെ ബാബയുടെ രൂപം നമ്മുടെ മനസ്സിൽ വന്നാൽ നമ്മൾ വിശപ്പ്, ദാഹം, ഈ സംസാര ബന്ധം, ആഗ്രഹങ്ങൾ എല്ലാം ഇല്ലാതാകും. മനസ്സിന് ശാന്തതയും സുഖവും ലഭിക്കും. സുധാമാവിൻ്റെ കഥ. മേൽപ്പറഞ്ഞ കഥ വിവരിച്ചപ്പോൾ ഹേമത് പന്ത് സുധാമാവിൻ്റെ കഥ ഓർത്തു. അതും ഇതേ തത്വത്തിൽ അടങ്ങിയിട്ടുള്ളതിനാൽ ഇവിടെ ചേർക്കുന്നു. ശ്രീകൃഷ്ണനും അദ്ദേഹത്തിൻ്റെ സഹോദരനും ബലരാമനും ചേർന്ന് സുധാമ എന്ന് പറഞ്ഞ ഒരു സഹവിദ്യാർത്ഥിയോടുകൂടി സാന്ദീപിനി ഗുരുവിൻ്റെ ആശ്രമത്തിൽ വസിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹം കൃഷ്ണനെയും ബലരാമനെയും വിറക് കൊണ്ടുവരാനായി കാട്ടിലേക്ക് അയച്ചു. പിന്നെ സാന്ദീപിനിയുടെ ഭാര്യ സുധാമാവിനെയും ആ പണിക്ക് അയച്ചു. അവർ 3 പേർക്കും കുറെ ധാന്യങ്ങളും കൊടുത്തു. കൃഷ്ണൻ സുധാമാവിനെ കാട്ടിൽ കണ്ടപ്പോൾ പറഞ്ഞു, ദാദാ, എനിക്ക് ദാഹിക്കുന്നതിനാൽ കുറെ വെള്ളം വേണം. സുധാമ മറുപടിയായി, വെറും വയറ്റിൽ വെള്ളം കഴിക്കരുത്. അതുകൊണ്ട് കുറെ നേരം വിശ്രമിക്കൂ. അദ്ദേഹം തൻ്റെ അടുത്ത് ധാന്യമുണ്ടെന്നും അതിൽ നിന്ന് കൃഷ്ണൻ കുറെ എടുക്കണമെന്നും പറഞ്ഞില്ല. കൃഷ്ണൻ വളരെ ക്ഷീണിച്ചിരുന്നതിനാൽ സുധാമാവിൻ്റെ മടിയിൽ കിടന്ന് കൂർക്കം വലിച്ചുറങ്ങാൻ ആരംഭിച്ചു. ഇത് കണ്ട സുധാമ ധാന്യത്തിൽ നിന്ന് കുറെ എടുത്ത് തിന്നാൻ തുടങ്ങി. കൃഷ്ണൻ ഉടനടി ചോദിച്ചു, ദാദാ, എന്താണ് തിന്നുന്നത്? എന്താണ് ഈ കറുമുറ ശബ്ദം? അതിന് മറുപടിയായി, എന്താണ് തിന്നാനുള്ളത്? ഞാൻ തണുപ്പിനാൽ വിറയ്ക്കുന്നു. എൻ്റെ പല്ലുകൾ കൂട്ടിമുട്ടി ശബ്ദമുണ്ടാക്കുന്നു. എനിക്ക് വിഷ്ണു സഹസ്രനാമം കൂടി പറയാൻ സാധിക്കുന്നില്ല. ഇത് കേട്ട സർവ്വവ്യാപിയായ കൃഷ്ണൻ പറഞ്ഞു, ഞാനിപ്പോൾ ഒരു സ്വപ്നം കണ്ടു. അതിൽ ഒരു മനുഷ്യൻ മറ്റൊരുത്തൻ്റെ ഭക്ഷണം ഭക്ഷിക്കാനായി ചോദിച്ചപ്പോൾ എന്തു മണൽ പൊതിയാണ് തിന്നാനുള്ളത് എന്നവൻ ചോദിച്ചു. അതായത് അവൻ്റെ അടുത്ത് തിന്നാനൊന്നുമില്ല. അതിന് മറ്റവൻ പറഞ്ഞു, അങ്ങനെ ഇരിക്കട്ടെ ദാദാ, ഇതൊരു സ്വപ്നം മാത്രമാണ്. എനിക്കറിയാം, എന്നെ വിട്ട് നീ ഒന്നും കഴിക്കില്ലെന്നു. സ്വപ്നത്തിൻ്റെ പ്രഭാവത്തിനാൽ ഞാൻ എന്താണ് തിന്നുന്നതെന്ന് ചോദിച്ചു. സുധാമാവിന് സർവ്വവ്യാപിയായ ശ്രീകൃഷ്ണന്റെ ലീലകളെ അറിഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പ്രവർത്തിക്കുമായിരുന്നില്ല. അതുകാരണം അദ്ദേഹത്തിന് താൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കേണ്ടി വന്നു. കൃഷ്ണന്റെ പരമസ്നേഹിതനായിരുന്നു എങ്കിലും സുധാമാവിന് തൻ്റെ പിന്നിലുള്ള ജീവിതം ദുർഘടമായ ദാരിദ്ര്യത്തിൽ കഴിയേണ്ടി വന്നു. പക്ഷേ സുധാമാവിൻ്റെ ഭാര്യയുടെ പ്രയത്നത്താൽ സമ്പാദിച്ചതിൽ നിന്നുണ്ടാക്കിയ ഒരു പിടി അവൽ കൃഷ്ണന് കൊടുക്കുകയും കൃഷ്ണൻ സന്തോഷിതനാവുകയും സുഖിപ്പാനായി ഒരു സ്വർണ്ണഗൃഹം അവർക്ക് കൊടുക്കുകയും ചെയ്തു. ഈ കഥ ആരെങ്കിലും ആർക്കും കൊടുക്കാതെ തിന്നുന്ന സ്വഭാവമുണ്ടെങ്കിൽ ഓർക്കണം. ശ്രുതിയും ഈ പാഠത്തിന് ഊന്നിപ്പറയുകയും ആദ്യം ദൈവത്തിന് കൊടുത്ത് പിന്നെ അദ്ദേഹം ത്യജിച്ചതിനെ ഭക്ഷിക്കണം. ബാബയും അതേ പാഠം നമ്മളെ വിനോദ രൂപത്തിൽ പഠിപ്പിക്കുന്നു. അണ്ണാച്ചിൻ ചാനിക്കർ, മൗഷിബായി, ഹേമത് പന്ത് ഒരു തമാശയായ സംഭവം. ഇതിൽ ബാബ സമാധാനമുണ്ടാക്കുന്ന ഒരു ഭാഗമാണ് വഹിക്കുന്നത്. ഒരു ഭക്തൻ ഘനശ്യാം അണ്ണാച്ചിൻ ചാനിക്കർ എന്ന പേരിൽ വസിച്ചിരുന്നു. അദ്ദേഹം വളരെ എളിയവനും മുരടനും നേർമയായവനുമായിരുന്നു. അദ്ദേഹം ആരെയും കൂട്ടാക്കിയിരുന്നില്ല. എപ്പോഴും നേരായ നിലയിലും എല്ലാ വാണിജ്യവും കരാറിന്മേലും നടത്തിയിരുന്നു. പുറമെ ഒരു കഠിനമായവനും ഒത്തുചേരാത്തവനുമായി കാണപ്പെട്ടു. എങ്കിലും അദ്ദേഹം ഒരു സൽസ്വഭാവിയും കപടമറ്റവനുമായിരുന്നു. അതിനാൽ സായിബാബ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. ഒരിക്കൽ മറ്റുള്ളവർ ബാബയെ ഉപചരിക്കുന്നത് പോലെ അണ്ണ ബാബയുടെ ഇടത് കൈക്ക് എണ്ണ തേക്കുകയായിരുന്നു. ബാബ തൻ്റെ ഒരു കൈ അവിടെയുള്ള കാത്താഡാവിൽ ഇട്ടിരുന്നു. അതിൻ്റെ വലതുഭാഗത്ത് ഒരു വയസ്സായ വിധവ വേണുബായി കൗജാൽഗി ഇരുന്നിരുന്നു. ബാബ അവളെ അമ്മ എന്ന് വിളിച്ചിരുന്നു. അവൾ ബാബയെ ഉപചരിച്ചിരുന്നു. മൗഷിബായി വയസ്സായവളും ഒരു നല്ല ഹൃദയത്തോടു കൂടിയവളുമായിരുന്നു. അവർ ബാബയെ ശുശ്രൂഷിക്കുകയായിരുന്നു. അവളുടെ 2 കൈവിരലുകളും ബാബയെ ചുറ്റിയിരുന്നു. ആ സമയത്ത് അവൾ ബാബയുടെ വയറിനെ ഒഴിയുകയായിരുന്നു. അവൾ ശക്തിയോടെ ഒഴിഞ്ഞ കാരണം ബാബയുടെ വയറും പിൻഭാഗവും നേരിൽ നിൽക്കുന്ന നിലയിലായി.
ബാബ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടിരുന്നു. അണ്ണാവാണെങ്കിൽ വളരെ നേരം ഒഴിഞ്ഞുകൊണ്ടിരുന്നു. മൗഷിബായി ഒഴിയുമ്പോൾ അവളുടെ മുഖവും മേലോട്ടും കീഴോട്ടും പോയിക്കൊണ്ടിരുന്നു. ഒരു സമയത്ത് അവളുടെ മുഖം അണ്ണാവിൻ്റെ വളരെ അടുത്തായി ഒഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു രസിക സ്ത്രീയായിരുന്നതിനാൽ ഉടനടി പറഞ്ഞു, ഓ, ഈ അണ്ണ ഒരു കാമമുള്ള ആളാണ്. അവൻ എന്നെ ചുംബിക്കണം പോലും. തല നരച്ചും വയസ്സായിട്ടും അവൻ എന്നെ ചുംബിക്കുന്നതിൽ ലജ്ജയില്ല. ഈ വാർത്തകൾ അണ്ണാവിനെ ദേഷ്യപ്പെടുത്തി. അദ്ദേഹം തൻ്റെ കുപ്പായത്തിൻ്റെ കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, നീ പറയുന്നത് ഞാനൊരു വയസ്സനും മോശമായ ഒരു വിഡ്ഢിയുമെന്ന്. നീയാണ് എന്നോട് ശണ്ടയ്ക്ക് വരുന്നത്. അവിടെയിരുന്ന എല്ലാവരും ഇവരുടെ ശണ്ടയെ രസിക്കുകയായിരുന്നു. ബാബ അവർ രണ്ടുപേരെയും ഒരുപോലെ സ്നേഹിച്ചിരുന്നു. തൻ്റെ ബുദ്ധിശക്തിയാൽ രണ്ടുപേരെയും സമാധാനപ്പെടുത്തി സ്നേഹത്തോടുകൂടി പറഞ്ഞു, ഓ അണ്ണ, എന്തിനാണ് അനാവശ്യമായി ബഹളമുണ്ടാക്കുന്നത്? ഒരമ്മയെ ചുംബിച്ചാൽ എന്താണ് തെറ്റ്? ബാബയുടെ ഈ വാർത്തകൾ കേട്ട രണ്ടുപേരും സമാധാനമായി തീർന്നു. അവിടെയുള്ളവർ ചിരിക്കുകയും ബാബയുടെ തമാശയെ ഹൃദയപൂർവ്വം രസിക്കുകയും ചെയ്തു. ബാബയുടെ സ്വഭാവങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരോടുള്ള അധീനത. ബാബ തൻ്റെ ഭക്തന്മാരുടെ അവരുടെ ഇഷ്ടപ്രകാരം ശുശ്രൂഷിക്കാൻ അനുവദിച്ചു. അതിൽ വേറെ ആരും ഇടപെടുന്നത് ഇഷ്ടപ്പെട്ടില്ല. ഒരു സംഭവം ഇവിടെ ചേർക്കുന്നു. അതേ മൗഷിബായി ഇനിയൊരവസരത്തിൽ ബാബയുടെ വയറ് തടവുകയായിരുന്നു. അവൾ ഉപയോഗിച്ചിരുന്ന ശക്തി കണ്ട് എല്ലാ ഭക്തന്മാരും നാഡീബലം കുറഞ്ഞവരാകുകയും വളരെ ഉത്കണ്ഠിതരാകുകയും ചെയ്തു. അവർ പറഞ്ഞു, ഓ അമ്മേ, കുറെ കരുണയുള്ളവളും മിതമായവളുമായിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ബാബയുടെ ഞരമ്പുകളെയും രക്തക്കുഴലുകളെയും ഉടയ്ക്കും. അപ്പോൾ ബാബ എണീറ്റ് തൻ്റെ ചെറിയ വടി നിലത്തടിച്ച് കോപിഷ്ഠനായി. കണ്ണുകൾ തീക്കനൽ പോലെ ചുവന്നു. ആരും ബാബയുടെ മുന്നിൽ നിൽക്കാൻ ധൈര്യപ്പെട്ടില്ല. പിന്നെ രണ്ട് കൈകളും വടിയുടെ ഒരറ്റത്ത് പിടിച്ച് വടിയെ തൻ്റെ വയറിൽ അമർത്തി. ഇനിയൊരറ്റത്തെ ഒരു കമ്പിലും വെച്ച് തൻ്റെ വയറിനെ അമർത്തുവാൻ തുടങ്ങി. വടിയെല്ലാം കൂടി 2-3 അടി നീളമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഒരുപക്ഷെ ബാബയുടെ വയറ് തുളച്ച് ഉള്ളിലേക്ക് പോകുമോ എന്ന് എല്ലാവർക്കും തോന്നി. അല്പസമയത്തിന് ശേഷം വയറ് പിളർന്നേക്കുമോ എന്നവർ ഭയന്നു. കമ്പം നിലച്ചതായിരുന്നു. ബാബ അതിനടുത്തേക്ക് പോയി. എന്നിട്ട് ആ കമ്പത്തിനെ ശക്തിയായി പിടിച്ചു നിർത്തി. എന്തു ചെയ്യണമെന്നറിയാതെ എല്ലാവരും ആശ്ചര്യത്തോടും ഭയത്തോടും കൂടി നിന്നു. മറ്റു ഭക്തന്മാർക്ക് മൗഷിബായി അവളുടെ ശുശ്രൂഷയിൽ സൗമ്യമായിരിക്കണമെന്നും ബാബയ്ക്ക് ഒരു കഷ്ടതയോ വേദനയോ വരുത്തരുതെന്നും മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ. അവൾ ആശ്ചര്യഭരിതയായി. അവരുടെ നല്ല മനസ്സോടുകൂടിയ പ്രയത്നം ഈ മാതിരി കലശലായി തീർന്നു. ആർക്കും ഒന്നും ചെയ്യുവാൻ സാധിക്കാതെ നിൽക്കേണ്ടി വന്നു. ഭാഗ്യവശാൽ ബാബയുടെ കോപം താഴ്ന്നു. തൻ്റെ കയ്യിലുള്ള വടിയെ ഇട്ട് ബാബ ആസനത്തിൽ അമർന്നു. ആ സമയം മുതൽക്ക് ഭക്തന്മാർക്ക് ഒരു പാഠം പഠിച്ചത് എന്തെന്നാൽ അവർ ഇനിയൊരുത്തരുടെ ശുശ്രൂഷയിൽ ഇടപെടരുതെന്ന് മനസ്സിലാക്കി. ബാബാവിനറിയാം എത്ര ഗുണപ്രദവും വിലയുള്ളതുമായ ശുശ്രൂഷ ബാബയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്ന്. ശ്രീ സായിനാഥന് നമസ്കാരം. ഓം സായിറാം. ജയ് മോഹൻജി. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.